ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി. ഇപ്പോൾ കൃഷ്ണയുടെയും ജോയലിന്റെയും വിവാഹം കഴിഞ്ഞിട്ട് 1 വർഷമാകുന്നു. ഈ കഴിഞ്ഞ നാളുകൾ അത്രയും പരസ്പരം സ്നേഹിച്ചും പ്രണയിച്ചും അവർ അവരുടെ ഓരോ നിമിഷങ്ങളും ആസ്വദിച്ചു. കൃഷ്ണയ്ക്ക് അരികിലും കുരിശിങ്കലുമായി ജോയൽ മാറി മാറി നിന്നുകൊണ്ട് ആർക്കും സംശയം തോന്നാത്ത വിധം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. കൃഷ്ണയെ കുരിശിങ്കലിലേക്ക് കൊണ്ടുപോകാനും അവിടെയുള്ളവരോട് അവളുടെ കാര്യം അവതരിപ്പിക്കാനും കാശി ജോയലിനോട് ആവശ്യപ്പെട്ടെങ്കിലും വല്യപ്പച്ചനെ പേടിച്ച് ജോയൽ അതിന് ഒരിക്കലും പോലും മുതിർന്നില്ല. വല്യപ്പച്ചൻ അവന്റെ ഇഷ്ടം അംഗീകരിക്കുമെന്ന് അറിയാമായിരുന്നുവെങ്കിലും ആരെയും അറിയിക്കാതെ അവളെ താലി കെട്ടി സ്വന്തമാക്കിയത് സേവ്യർ ക്ഷമിക്കില്ലെന്ന് ജോയലിന് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ കാശിയുടെ ആവശ്യം അവൻ പാടെ അവഗണിച്ചു. ഇതിനിടയിൽ തന്നെ ലേയുമായുള്ള ജോയലിന്റെ വിവാഹം നടത്തുന്ന കാര്യവും സേവ്യർ തറവാട്ടിൽ എല്ലാവരോടുമായി സംസാരിച്ചിരുന്നു. ലിയയ്ക്കും ജാൻസിക്കും പോൾസണും ഒഴികെ ബാക്കി എല്ലാവർക്കും അതിനോട് എതിർപ്പുണ്ടായിരുന്നെങ്കിലും സേവ്യറിന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്യാൻ ആർക്കും ധൈര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആരും അതിന് എതിരഭിപ്രായം പറഞ്ഞില്ല. വല്യപ്പച്ചനെ എതിർക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ജോയൽ അതിൽ നിന്ന് ഒഴിഞ്ഞുമാറി നടന്നതല്ലാതെ സേവ്യറിനോട് വിവാഹത്തിന് സമ്മതമാണെന്നോ അല്ലെന്നോ പറഞ്ഞില്ല. പക്ഷേ ഈ കാര്യം അറിഞ്ഞപ്പോൾ മുതൽ ജെസ്സി തറവാട്ടിൽ പ്രശ്നമുണ്ടാക്കാൻ തുടങ്ങി. സേവ്യറിനെ എതിർത്തുകൊണ്ട് അന്ന് ആദ്യമായി ജെസ്സി അയാൾക്ക് നേരെ ശബ്ദമുയർത്തി. പക്ഷേ പക്വതയില്ലാത്തവളുടെ കുസൃതിയായി എല്ലാവരും അതിനെ തള്ളിക്കളഞ്ഞു. ജോണിനും ഷെർലിക്കും പോലും ഒന്നിനും പ്രതികരിക്കാൻ കഴിഞ്ഞില്ല. ജോ, ഞാനിന്ന് നാട്ടിലേക്ക് പൊയ്ക്കോട്ടെ? 2 ദിവസം ഏട്ടൻ്റെ കൂടെ നിന്നിട്ട് വരാം. ഓഫീസിൽ പോകാൻ റെഡിയായി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ജോയലിനെ കൃഷ്ണ പ്രതീക്ഷയോടെ നോക്കി. ഇപ്പം എന്താ ഇങ്ങനൊരു ആഗ്രഹം? കഴിഞ്ഞ ആഴ്ചയല്ലേ നീ പോയിട്ട് വന്നത്? ജോയൽ കഴിക്കുന്നതിനിടയിൽ തന്നെ ചോദിച്ചു. പ്രത്യേകിച്ച് ഒന്നുമില്ല, വെറുതെ പോയി വരാമെന്ന് കരുതി. 2 ദിവസം നീയും ഉണ്ടാവില്ലല്ലോ. ഇനിയുള്ള 2 ദിവസം നീ കുരിശിങ്കലല്ലേ? അവന്റെ മറുപടിയിൽ കൃഷ്ണയിലെ മുഖം വീർത്തു. ശരി ശരി, ഇനി ഞാൻ സമ്മതിക്കാഞ്ഞിട്ട് നിന്റെ മുഖം വീർക്കണ്ട. ഈയിടെയായിട്ട് വാശി കുറച്ച് കൂടുന്നുണ്ട് നിനക്ക്. കൃഷ്ണയെ കലിപ്പിച്ചെന്ന് നോക്കിക്കൊണ്ട് ജോയൽ കൈ കഴുകാനായി എഴുന്നേറ്റു. പിണങ്ങല്ലേ ജോ, കുറച്ച് ദിവസമായി ഇങ്ങനെയാ. ആകെ ഒരു മടുപ്പ്, വല്ലാത്ത ക്ഷീണവും. നീ ഇല്ലാതെ 2 ദിവസം ഒറ്റയ്ക്കിരിക്കുന്നത് ഓർത്തിട്ട് തന്നെ വല്ലാത്ത മുഷിച്ചിൽ തോന്നുന്നു. അതുകൊണ്ട് ചോദിച്ചതാണ്. വാഷ് ബേസിന് മുന്നിൽ കൈ കഴുകിക്കൊണ്ട് നിന്ന ജോയലിനെ പിറകിൽ നിന്ന് ചുറ്റിപ്പിടിച്ചുകൊണ്ട് കൃഷ്ണ കെഞ്ചി. എന്താടാ, എന്തെങ്കിലും വയ്യായികമുണ്ടോ? ഹോസ്പിറ്റലിൽ പോണോ? അവളെ വലിച്ച് മുന്നിലേക്ക് നിർത്തിക്കൊണ്ട് ജോയൽ ആദിയോടെ ചോദിച്ചു. എന്തിന്? എനിക്ക് ഹോസ്പിറ്റലിലൊന്നും പോകണ്ട ജോ. വീട്ടിൽ പോയി 2 ദിവസം നിൽക്കുമ്പോൾ ഈ മടുപ്പൊക്കെ അങ്ങ് മാറും. ശരി, പോയിട്ട് വാ. ഞാൻ കൊണ്ടുവിടണോ നിന്നെ? അതൊന്നും വേണ്ട ജോ, ഞാൻ പൊയ്ക്കോളാം. എൻ്റെ വണ്ടി ഉണ്ടല്ലോ. അല്ലെങ്കിൽ നീ എന്നാ എന്നെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോയിട്ടുള്ളത്? എപ്പോൾ പറഞ്ഞാലും എന്തെങ്കിലും മുട്ടാപ്പോക്ക് ന്യായം പറയും നീയും നിന്റെ ഏട്ടനും. എന്താ അവിടെ നിങ്ങൾ നിധി വല്ലതും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ? ഞാൻ കണ്ടാൽ തട്ടിയെടുക്കുമെന്ന് കരുതിയാണോ ഈ ഒളിച്ചുകളി? പോടാ, അവൻ്റെ ഒരു കണ്ടുപിടുത്തം. നീ എപ്പോഴും ബിസിയല്ലേ? നമ്മളെ കൊണ്ടുവിടാനൊന്നും എവിടെയാ നേരം? നീ പറയുമ്പോൾ കൊണ്ടുപോകാൻ എനിക്കിപ്പോൾ സൗകര്യമില്ല. സമയമാകുമ്പോൾ നീ താനെ അവിടെ എത്തിക്കോളും. അതുവരെ എൻ്റെ പൊന്നുമോൻ നല്ല കുട്ടിയായി ഓഫീസിൽ പോകാൻ നോക്ക്. തൻ്റെ പരിഭ്രമം നിറയുന്ന മുഖത്തേക്ക് ചിരി കൊണ്ടുവരാൻ പാടുപെട്ടുകൊണ്ട് ജോയലിന് മുന്നിൽ ഒരുവിധം പിടിച്ചു നിന്നു കൃഷ്ണ. ശരി, ഞാൻ ഇറങ്ങുക. ഇവിടെ നിന്നോട് തർക്കിച്ചു നിന്നാൽ എൻ്റെ പണി നടക്കില്ല. അപ്പനും ജോബിച്ചായനും കൂടി എന്നെ പഞ്ഞിക്കിടും. എത്തിയിട്ട് വിളിക്കണം. കൃഷ്ണയെ ചേർത്ത് പിടിച്ച് നെറ്റിയിലൊരു മുത്തവും കൊടുത്തുകൊണ്ട് ജോയൽ പുറത്തേക്ക് ഇറങ്ങി. അവൻ ലിഫ്റ്റിൽ കയറി ഡോർ അടയും വരെ അവൾ അവിടെ തന്നെ അവനെ നോക്കി നിന്നു. എന്താ നിനക്ക് പറയാനുള്ളത്? എന്താണെങ്കിലും ഒന്ന് വേഗം പറഞ്ഞു തുലയ്ക്ക്. തനിക്ക് മുന്നിൽ ചെയറിൽ കാലിന് മേൽ കാൽ കയറ്റി വെച്ചിരിക്കുന്ന റയാനെ നോക്കി ജോബിൻ അക്ഷമനായി ചോദിച്ചു. ആ, ഇങ്ങനെ തിരക്ക് കൂട്ടാതെ ജോബിൻ. ഞാൻ പറയാൻ പോകുന്ന കാര്യം നിനക്ക് ഒരിക്കലും സന്തോഷം തരുന്നില്ല. പിന്നെ എന്തിനാണ് നിനക്കതറിയാൻ ഇത്രയും തിടുക്കം? നീ എന്താ എന്നെ വട്ട് കളിപ്പിക്കുകയാണോ റയാൻ? റയാന്റെ സംസാരത്തിൽ അരിശത്തോടെ ചെയറിൽ നിന്ന് ചാടി എഴുന്നേറ്റുകൊണ്ട് ജോബിൻ അലറി. ഹേ ഹേ, കൂൾ ജോബിൻ, കൂൾ. നീ ഇങ്ങനെ ടെൻഷൻ ആവണ്ട. എനിക്ക് പറയാനല്ല കാണിക്കാനാ ഉള്ളത്. പറയുന്നതിനോടൊപ്പം റയാൻ കുറച്ചധികം ഫോട്ടോസ് അവർക്ക് നടുവിലായി കിടന്ന ടീ ടേബിളിന് മുകളിലേക്ക് വിതറിയിട്ടു. നോക്കൂ ജോബിൻ, ഇതിലുള്ള ആരെയെങ്കിലും നിനക്ക് പരിചയമുണ്ടോ എന്ന്? ജോബിൻ സംശയത്തോടെ റയാനെ നോക്കി. പിന്നെ ടേബിളിൽ കിടക്കുന്ന ഫോട്ടോസിലേക്ക്. അവൻ അതേ സംശയത്തോടെ തന്നെ അതിൽ നിന്ന് ഒരു ഫോട്ടോ കയ്യിലേക്ക് എടുത്തു. ആ ഫോട്ടോയിലുള്ള ആളുകളെ കണ്ട് ജോബിന്റെ കണ്ണുകൾ മിഴിഞ്ഞു. ജെസ്സിയുടെ ഇടുപ്പിലൂടെ കൈ ചുറ്റി പിടിച്ചുകൊണ്ട് അവളെ നെഞ്ചിലേക്ക് ചേർത്ത് നിർത്തിയിരിക്കുന്ന കാച്ചി. അവർ അറിയാതെ എടുത്ത ഫോട്ടോയാണെന്ന് വ്യക്തം. ജോബിൻ ഞെട്ടലോടെ അതിലുള്ള ഓരോ ഫോട്ടോസും എടുത്തു നോക്കി. ജെസ്സിയുടെയും കാശിയുടേതും പോലെ തന്നെ അതിൽ കൃഷ്ണയുടെയും ജോയലിന്റെയും കുറച്ചധികം ഫോട്ടോസ് ഉണ്ടായിരുന്നു. ജോബിന് ആകെ വട്ടുപിടിക്കുന്നത് പോലെ തോന്നി. അവനൊന്നും വിശ്വസിക്കാൻ കഴിയാതെ റയാനെ നോക്കി. എന്താ ജോബിൻ, ഞെട്ടിയോ നീ? സ്വന്തം കൂടപ്പിറപ്പുകൾ കൂടെ നിന്ന് ചതിക്കുന്നത് മനസ്സിലാക്കാൻ കഴിയാത്ത വിഡ്ഢിയാണ് നീ. ജോയലും കൃഷ്ണയും അതുപോലെ തന്നെ ജെസ്സിയും കാശിയും വർഷങ്ങളായി പ്രണയത്തിലാണ്. അതായത് നമ്മുടെ കോളേജ് കാലഘട്ടം മുതൽ. നീ സ്ത്രീ വിരോധി ആയതുകൊണ്ടാവും നിന്നിൽ നിന്ന്
നിന്റെ പുന്നാര അനിയനും ആത്മാർത്ഥ സുഹൃത്തും ഇത് മറച്ചു വെച്ചത് അല്ലേ ജോബിൻ? ഡാ, കളിയാക്കും പോലെയുള്ള റയാന്റെ സംസാരത്തിൽ കുപിതനായിക്കൊണ്ട് ജോബിൻ റയാനെ ചെയറിൽ നിന്നും ഷർട്ടിന്റെ കോളറിൽ കൊത്തിപ്പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ഡാ, ആ ചൂടാകാതെ ജോബിൻ, ഞാൻ പറഞ്ഞു തീർന്നില്ല. ഇനി പറയാനുള്ളതാണ് ശരിക്കുള്ള ചതി. നിനക്കൊരിക്കലും പൊറുക്കാൻ കഴിയാത്ത ചതി. റയാന്റെ വാക്കുകൾ ഇനി എന്തെന്ന ഭാവത്തിൽ ജോബിൻ അവന്റെ മേലുള്ള പിടി അയച്ചു. കൃഷ്ണപല്ലവിയും കാശിനാഥും ആരാണെന്ന് സത്യം നിനക്ക് അറിയാമോ ജോബിൻ? റയാന്റെ ചോദ്യം മനസ്സിലാകാതെ ജോബിൻ അവനെ സംശയത്തോടെ ഡാ നോക്ക്. തന്റെ പോക്കറ്റിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്ത് ജോബിന് നേരെ നീട്ടിക്കൊണ്ട് റയാൻ പറഞ്ഞു. മാണിക്കശ്ശേരി മനയുടെ മുറ്റത്തു നിന്നെടുത്ത കാശിയുടെയും കൃഷ്ണയുടെയും ചന്ദ്രചൂഡനും സുഭദ്രയും ശേഖരനും ലക്ഷ്മിക്കുട്ടിയും ഒരുമിച്ചിട്ടുള്ള ഒരു കുടുംബചിത്രമായിരുന്നു അത്. ജോബിൻ അതിലെ ഓരോ മുഖങ്ങളെയും സസൂക്ഷ്മം വീക്ഷിച്ചു. ചന്ദ്രചൂഡനെയും സുഭദ്രയെയും നേരത്തെ അറിയാവുന്നത് കൊണ്ട് അവൻ അത് കാര്യമാക്കിയില്ല. പക്ഷേ ശേഖരന്റെ മുഖം അതിൽ കണ്ടതും അവൻ സംശയം നിറഞ്ഞു. ഇത് ശേഖരന്റെ ചിത്രത്തിൽ തൊട്ടുകൊണ്ട് ജോബിൻ സംശയത്തോടെ റയാനെ നോക്കി. മാണിക്കശ്ശേരി മനയിലെ കാരണവർ ചന്ദ്രശേഖര വർമ്മയാണ് ജോബിനത്. കൂടെയുള്ളത് അയാളുടെ ഭാര്യയും മകനും കുടുംബവും. റയാന്റെ വാക്കുകൾ ഇടുത്തി പോലെ ജോബിന്റെ കർണപടത്തെ തുളച്ചുകൊണ്ട് അകത്തേക്ക് കയറി. അവന്റെ കയ്യിൽ നിന്ന് ഫോട്ടോ അറിയാതെ തന്നെ ഊർന്ന് നിലത്തേക്ക് വീണു. വിശ്വസിക്കാൻ കഴിയുന്നില്ല അല്ലേ ജോബിൻ? കഴിയില്ല. കാരണം അത്രയും നീ വിശ്വസിച്ചില്ലേ ആ ചതിയൻ കാശിനാഥനെ? നിന്റെ വല്യപ്പച്ചനെ തകർക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് അവൻ നിന്റെ കൂടെ കൂടിയത്. ആർക്കും സംശയം തോന്നാതിരിക്കാന് അവൻ നിന്റെ ആത്മമിത്രമായി ഇക്കാലം അത്രയും അഭിനയിച്ചു കൊണ്ടിരുന്നത്. നിന്റെ പെങ്ങളെ നീ പോലും അറിയാതെ പ്രണയിക്കുന്നു. നിന്റെ അനിയനെ അവന്റെ പെങ്ങളെ കൊണ്ട് പ്രണയിപ്പിക്കുന്നു. അങ്ങനെ എന്തൊക്കെ നാടകങ്ങളാണ് ജോബിൻ അവൻ നിനക്ക് മുന്നിൽ കെട്ടിയാടുന്നത്. നിന്റെ കുടുംബത്തെ വെച്ചാണ് അവൻ കളിക്കുന്നത്. ഇപ്പോൾ അവന്റെ ലക്ഷ്യം നിന്റെ വല്യപ്പച്ചന്റെ ജീവനാണ്. അതിന് കാരണം അവന്റെ കുടുംബത്തിന്റെ മരണമാണ്. അവരുടെ മരണത്തിന്റെ ഉത്തരവാദി നിന്റെ വല്യപ്പച്ചനാണെന്ന തെറ്റിദ്ധാരണയാണ്. റയാന്റെ ഓരോ വാക്കുകളിലും തകർന്നു പോയി ജോബിൻ. ഇനി എന്ത് നിനക്ക് തീരുമാനിക്കാം ജോബിൻ. ഇതൊന്നും നിന്നോട് പറയേണ്ട ആവശ്യം എനിക്കുണ്ടായിരുന്നില്ല. ചെറിയൊരു റിവഞ്ച്. കൃഷ്ണപല്ലവിക്ക് ഞാൻ കൊടുക്കുന്ന ചെറിയൊരു തിരിച്ചടി. അതുമാത്രമാണിത്. എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവൾ എന്നെ തല്ലിയത് ഞാൻ മറന്നുപോയെന്ന് അവൾ കരുതിയിട്ടുണ്ടാവും. അതൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്തത്. പക്ഷേ ഞാൻ നിന്നോട് പറഞ്ഞ ഓരോ കാര്യങ്ങളും 100% സത്യമാണ് ജോബിൻ. നിനക്കത് ആരോട് വേണമെങ്കിലും അന്വേഷിക്കാം. റയാൻ തന്റെ ഭാഗം സുരക്ഷിതമാക്കിക്കൊണ്ട് തകർന്നു നിൽക്കുന്ന ജോബിനെ നോക്കി കുടിലതയോടെ ചിരിച്ചു. ചതി, അതിന് മാത്രം ജോബിന്റെ നിയമത്തിൽ മാപ്പില്ല റയാൻ. കൂടെ നിന്ന് ചതിക്കുന്നവരെ വേരോടെ അറുത്തുമാറ്റിയാണ് ജോബിന് ശീലം. അത് കൂടപ്പിറപ്പായാൽ പോലും. എന്റെ കോടതിയിൽ ചതിക്ക് ഒരേ ഒരു ശിക്ഷയേ ഉള്ളൂ, മരണം. തീ പാർന്ന കണ്ണുകളോടെ റയാനെ നോക്കി പറഞ്ഞുകൊണ്ട് ജോബിൻ ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. നീ എന്തിനാ മോളെ വെറുതെ ജോയിച്ചിനെ ദേഷ്യം പിടിപ്പിക്കുന്നത്? വെറുതെ അവന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൂട്ടാനാണ്. ഫ്ലാറ്റിൽ ജോയലിനൊപ്പം പങ്കിടുന്ന നിമിഷങ്ങൾ ഓരോന്നും കാശിയോട് വിവരിക്കുവാണ് കൃഷ്ണ. ഒന്ന് പോയേട്ടാ, എന്റെ ജോ പാവമാ. ദേഷ്യപ്പെടുമെങ്കിലും എന്നെ ഒത്തിരി ഇഷ്ടമാണ് അവന്. ഫ്ലാറ്റിൽ നിന്ന് കുരിശിങ്കൽ പോയി കഴിഞ്ഞാൽ ഒരു 100 വട്ടം വിളിക്കും എന്നെ. പാവം, ഒറ്റയ്ക്ക് നിർത്തി പോകാനുള്ള പേടി കൊണ്ടാ. ജോയലിനെ കുറിച്ച് വാതോരാതെ സംസാരിക്കുന്ന കൃഷ്ണയെ ഒരു പുഞ്ചിരിയോടെ നോക്കിയിരുന്നു കാശി. എന്നാൽ എന്റെ പൊന്നുമോള് റൂമിൽ പോയി കെട്ടിയവനെയും വിളിച്ചിരിക്കും. ഗൗരിയേച്ചി വരും നിനക്ക് കൂട്ടിന്. എനിക്ക് ഹോസ്പിറ്റൽ വരെ ഒന്ന് പോകേണ്ട അത്യാവശ്യമുണ്ട്. അതെന്തൊരു പോക്കാ ഏട്ടാ? ഞാൻ ഏട്ടനൊപ്പം ചിലവഴിക്കാൻ വന്നിട്ട് ഏട്ടൻ എന്നെ ഒറ്റയ്ക്കാക്കി പോകുവാണോ? ഓ പിന്നെ, ഞാൻ ഫുൾ ടൈം നിന്നെയും കെട്ടിപ്പിടിച്ചിവിടെ ഇരിക്കാം. ഒന്ന് പോയേടി, എനിക്ക് വേറെ പണിയുണ്ട്. ഓ, അല്ലെങ്കിലും നമ്മളോടൊക്കെ ആർക്കാ സ്നേഹം? നിങ്ങൾ എവിടെയെങ്കിലും പോ. ജെസ്സിയെ വിളിച്ച് സൊള്ളാൻ നിങ്ങൾക്ക് സമയമുണ്ട്. എൻ്റെ കൂടെ കുറച്ചു നേരം ഇരിക്കാനാ സമയമില്ലാത്തത്. അവളുടെ പെറുപെറുക്കൽ കേട്ടുകൊണ്ട് തന്നെ കാശി ഒരു ചിരിയോടെ അവളിൽ നിന്ന് അകന്നുമാറി എഴുന്നേറ്റു. അവനെ ദേഷ്യത്തിൽ നോക്കിക്കൊണ്ട് ഇരുന്നിടത്തു നിന്ന് എഴുന്നേറ്റ കൃഷ്ണ പെട്ടെന്ന് തല ചുറ്റും പോലെ തോന്നിയതും അവിടേക്ക് തന്നെ ഇരുന്നു. ഏട്ടാ, അവൾ പതിഞ്ഞ ശബ്ദത്തിൽ വിളിച്ചുകൊണ്ട് കണ്ണിന് മുകളിൽ കൈവിരലുകൾ അമർത്തി. കിച്ചു, എന്താടാ, എന്തു പറ്റി? കാശി ആദിയോടെ ചോദിച്ചു, തല കറങ്ങുന്നത് പോലെ. നീ വന്നപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നതാ നിന്റെ മുഖത്ത് വല്ലാത്തൊരു ക്ഷീണം, ആകെ ഒരു വല്ലായ്മ. എന്താ മോളെ, നിനക്കെന്തെങ്കിലും വയ്യായ്ക ഉണ്ടോ? അറിയില്ല ഏട്ടാ, കുറച്ചു ദിവസമായി ഇത് തുടങ്ങിയിട്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തലചുറ്റും പോലെ ഒരു തോന്നൽ. നീ എഴുന്നേക്ക്, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. പറഞ്ഞുകൊണ്ട് കാശി അവളെ ഇരുന്നിടത്തു നിന്ന് എഴുന്നേൽപ്പിച്ചു. പക്ഷേ അടുത്ത നിമിഷം അവനെ ഞെട്ടിച്ചുകൊണ്ട് കൃഷ്ണ അവന്റെ കൈകളിലേക്ക് കുഴഞ്ഞു വീണു. കിച്ചു, പേടിയോടെ വിളിച്ചുകൊണ്ട് കാശി അവളെ ചേർത്ത് പിടിച്ചു. ഡോക്ടറുടെ ക്യാബിനിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ കൃഷ്ണയുടെ മനം സന്തോഷത്താൽ തുടികൊട്ടുകയായിരുന്നു. കാശിയുടേതും മറിച്ചായിരുന്നില്ല. ഏട്ടാ, നിറകണ്ണാലെ വിളിച്ചുകൊണ്ട് കൃഷ്ണ കാശിയുടെ നെഞ്ചിലേക്ക് ചാഞ്ഞു. ഒപ്പം അവളുടെ വലതുകരം തന്റെ ഉദരത്തെ പൊതിഞ്ഞു. കാശിക്ക് ഒന്നും പറയാനുണ്ടായിരുന്നില്ല.
തന്റെ സന്തോഷം എങ്ങനെ പ്രകടിപ്പിക്കണം എന്നറിയാതെ അവൻ കൃഷ്ണയുടെ നിറകിൽ തന്റെ ചുണ്ടുകളാൽ മുദ്ര പതിപ്പിച്ചു. താങ്ക്സ് ഫോർ മേക്കിംഗ് മീ ആൻ അങ്കിൾ. അവളുടെ കാതോരം പറഞ്ഞുകൊണ്ടവൻ ഒരിക്കൽ കൂടി അവളുടെ നിറകിൽ ചുംബിച്ചു. നാണത്താൽ കലർന്നൊരു പുഞ്ചിരിയോടെ കൃഷ്ണ അവന്റെ മാറിലേക്ക് കൂടുതൽ അമർന്നു. ജോയിച്ചനെ അറിയിക്കണ്ടേ മോളെ? കാശിയുടെ ചോദ്യമാണ് കൃഷ്ണയെ ഉണർത്തിയത്. അവൾ അവന്റെ നെഞ്ചിൽ നിന്ന് അകന്നു മാറി നിന്നു. ഇപ്പൊ വേണ്ട ഏട്ടാ, അവനിതൊരു സർപ്രൈസ് ആയിക്കോട്ടെ. നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഓർമ്മയില്ലേ ഏട്ടന്? കൃഷ്ണ ഒരു ചിരിയോടെ ചോദിച്ചു. പിന്നെ ഓർമ്മയില്ലാതെ? എന്റെ മോളുടെ ഈ കുഞ്ഞി കൈ ഞാൻ എന്റെ ജോയിച്ചന്റെ കയ്യിൽ ഏൽപ്പിച്ച ദിവസമല്ലേ? കൃഷ്ണയുടെ വലതുകരം പിടിച്ചുയർത്തി അതിൽ മുറുകെ പിടിച്ചുകൊണ്ട് കാശി പറഞ്ഞു. ഓ, അവനത് ഓർമ്മയുണ്ടാവോ ആവോ? നാളെ അവനൊരു സർപ്രൈസ് പ്ലാൻ ചെയ്തുകൊണ്ടാ 2 ദിവസം നിൽക്കാനാണെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങോട്ട് പോന്നത്. എന്നിട്ട് പോലും ആ പൊട്ടൻ ഓർത്തില്ല നാളത്തെ ദിവസം എന്താണെന്ന്. ഓർത്തിരുന്നെങ്കിൽ എന്നെ ഇങ്ങോട്ട് വിടില്ലായിരുന്നു. എന്തായാലും ഞാൻ പ്രഗ്നന്റ് ആണെന്ന് അവനോട് ഇപ്പോൾ പറയണ്ട. വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റായിട്ട് ചൂടോടെ കൊടുത്തേക്കാം. കൃഷ്ണ ഒരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് കാശിയുടെ കയ്യിൽ കൈകോർത്ത് പിടിച്ച് മുന്നോട്ട് നടന്നു. റയാന്റെ വീട്ടിൽ നിന്ന് ജോബിൻ നേരെ പോയത് ബാറിലേക്കായിരുന്നു. മൂക്കറ്റം കള്ളും കുടിച്ച് 4 കാലിലാണ് അവൻ അവിടെ നിന്ന് പുറത്തിറങ്ങിയത്. നേരം സന്ധ്യയോടടുത്തിരുന്നു. കാശിയോടുള്ള ദേഷ്യത്തിൽ അവന് സ്വയം നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. കണ്ണു പോലും കാണാൻ കഴിയാത്ത അവസ്ഥയിലും അവൻ സ്വയം ഡ്രൈവ് ചെയ്ത് മാണിക്കശ്ശേരി മനയിലേക്ക് വണ്ടി പറപ്പിച്ചു. മനയുടെ കമാനത്തിന് പുറത്ത് വണ്ടി ഒതുക്കി കയ്യിൽ കരുതിയിരുന്ന ആയുധവുമായി അവൻ പുറത്തേക്കിറങ്ങി. നടക്കുമ്പോൾ ഇടറുന്ന കാലുകൾ വകവയ്ക്കാതെ അവൻ മുന്നിലേക്ക് വാശിയോടെ നടന്നു. മാണിക്കശ്ശേരിയുടെ മുറ്റത്ത് നിൽക്കുമ്പോൾ ജോബിന്റെ ഉള്ളം വല്ലാതെ പിടയുന്നുണ്ടായിരുന്നു. കാശിയുടെ മുഖം മനസ്സിൽ നിറയുമ്പോൾ ഒരേ സമയം വേദനയും ഒപ്പം അടങ്ങാത്ത ദേഷ്യവും തോന്നിപ്പോയി ജോബിന്. കണ്ണുകൾ അടച്ച് തല ശക്തിയായി കുടഞ്ഞുകൊണ്ട് അവൻ കുറച്ചുകൂടി മുന്നിലേക്ക് നടന്നു. മനയ്ക്ക് മുറ്റത്തെ തുളസിത്തറയ്ക്ക് മുന്നിലായി വന്നു നിന്നു. ഉമ്മറത്തെ സോപാനത്തിൽ സംസാരിച്ചിരിക്കുന്ന കൃഷ്ണയും കാശിയും മുറ്റത്ത് ആരോ നിൽക്കുന്നതറിഞ്ഞ് സോപാനത്തിൽ നിന്ന് എഴുന്നേറ്റ്. ആരാ ഏട്ടാ അത്? ഉമ്മറത്തെ ലൈറ്റിന്റെ അരണ്ട വെളിച്ചത്തിൽ വന്നിരിക്കുന്ന ആളുടെ മുഖം വ്യക്തമാകാത്തത് കൊണ്ട് കൃഷ്ണ സംശയത്തോടെ ചോദിച്ചു. അറിയില്ല, നീ ഇവിടെ നിൽക്ക്, ഞാൻ പോയി നോക്കിയിട്ട് വരാം. കൃഷ്ണയെ അവിടെ തന്നെ നിർത്തിക്കൊണ്ട് കാശി പടിയിറങ്ങി മുറ്റത്തേക്ക് ചെന്നു നിന്നു. ജോബിനിൽ നിന്ന് വമിക്കുന്ന മദ്യത്തിന്റെ ഗന്ധം കാശിക്ക് അറിയാൻ കഴിയുന്നുണ്ടായിരുന്നു. മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് തന്നെ അവൻ വെളിച്ചത്തിലേക്ക് കുറച്ചുകൂടെ നീങ്ങി നിന്ന് വന്നിരിക്കുന്ന ആളെ ശരിക്കും നോക്കി. അപ്പോൾ തന്നെ തന്റെ തല താഴ്ത്തി പിടിച്ചിരുന്ന തല ജോബിൻ ഉയർത്തി. മുന്നിൽ നിൽക്കുന്ന ആളെയും അവന്റെ ചുവന്നു കലങ്ങിയ തീ ജ്വലിക്കുന്ന കണ്ണുകളെയും കണ്ട് കാശി അനങ്ങാൻ കഴിയാതെ നിന്നുപോയി. താൻ സ്വപ്നം കാണുകയാണോ എന്നുപോലും അവൻ ഒരു നിമിഷം ചിന്തിച്ചു. ജോബി! കാശി വിളിച്ചതും ജോബിൻ തന്റെ കയ്യിൽ കരുതിയിരുന്ന കത്തി തുളച്ചു കയറ്റിയതും ഒരുമിച്ചായിരുന്നു. ഒരു ആർത്തനാദത്തോടെ കാശി തന്റെ വയറിനെ പൊത്തിപ്പിടിച്ചു. ഏട്ടാ! വന്നിരിക്കുന്നത് ആരാണെന്ന് നോക്കാൻ മുന്നിലേക്ക് വന്ന കൃഷ്ണ അവിടുത്തെ കാഴ്ച കണ്ട് ഒരു നിലവിളിയോടെ വാ പൊത്തിപ്പിടിച്ചു. ജോബി! വിശ്വസിക്കാനാകാതെ കാശി അവനെ വിളിച്ചുപോയി. കൂടെ നിന്ന് ചതിച്ചു അല്ലേടാ നീ എന്നെ? കൂടപ്പറപ്പിനെ പോലെ സ്നേഹിച്ചതല്ലേടാ നിന്നെ ഞാൻ? നീ കഴിഞ്ഞല്ലേ ജോബിന് മറ്റാരും ഉണ്ടായിരുന്നുള്ളൂ? എന്നിട്ട് നീ? ജോബിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ കവിൾത്തടത്തെ നനയിച്ചുകൊണ്ട് ഒഴുകി. കാശിക്കൊന്നും സംസാരിക്കാനോ പ്രതികരിക്കാനോ കഴിയുന്നുണ്ടായിരുന്നില്ല. ജോബിനെ ഏൽപ്പിച്ച മുറിവിലും അവന്റെ വാക്കുകളിലും അവനാകെ തകർന്നു പോയിരുന്നു. മുറിവിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന രക്തത്തുള്ളികൾ കാശിയുടെ ഷർട്ടിനെയും നനയിച്ചുകൊണ്ട് ഉടുത്തിരുന്ന മുണ്ടിലേക്കും പടർന്നു. ഏട്ടാ! കുത്തിയ കത്തി വലിച്ചൂരി കാശിയെ വീണ്ടും കുത്താനായി ജോബിൻ കൈ ഉയർത്തിയതും കൃഷ്ണ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് കാശിക്ക് അടുത്തേക്ക് ഓടി വന്നു. ഓ, ഇവിടെ ഉണ്ടായിരുന്നോ കെട്ടിലമ്മ? എന്റെ അനിയനെ വശീകരിച്ച് പാട്ടിലാക്കാൻ നിന്റെ ഏട്ടൻ നിനക്ക് എന്ത് മന്ത്രമാടി ഓതി തന്നത്? അവനെ എന്ത് കാണിച്ചാടി പിഴച്ചവളെ നീ മയക്കിയെടുത്തത്? കേട്ടാൽ അറയ്ക്കുന്ന വാക്കുകൾ പറഞ്ഞുകൊണ്ട് ജോബിൻ കൃഷ്ണയുടെ മുടിക്ക് പിടിച്ചു. ആ ഏട്ടാ! ജോബി, അവളെ വിട്! അവശതയിലും ജോബിന്റെ കയ്യിൽ നിന്ന് ബലം പ്രയോഗിച്ച് കൃഷ്ണയെ അടർത്തി മാറ്റാൻ കാശി പറഞ്ഞു. ഏട്ടാ! അവന്റെ ദേഹമാകെ പടരുന്ന രക്തത്തുള്ളികൾ കണ്ട് ഭയന്നുകൊണ്ട് കൃഷ്ണ ഉറക്കെ കരഞ്ഞു. നിന്നെ കൊന്നു തള്ളാനാ ജോബിൻ ഈ പടിയും കടന്ന് ഇവിടേക്ക് വന്നത്. പക്ഷേ കഴിയുന്നില്ല. നിന്നെ ജീവനായി കണ്ട എനിക്ക് അതിന് കഴിയുന്നില്ല. ഇപ്പൊ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക ജോബിൻ ജോൺ കുരിശിങ്കൽ നീയുമായുള്ള സകല ബന്ധങ്ങളും. ഇനി ജോബിന്റെ ലൈഫിൽ കാശിനാഥ് ഉണ്ടാവില്ല. നിന്റെ നിഴൽ പോലും എന്റെ കൺവട്ടത്ത് കാണാൻ പാടില്ല. അങ്ങനെ ഉണ്ടായാൽ അരിഞ്ഞു വീഴ്ത്തും ഞാൻ. ഇവിടുന്ന് നീ രക്ഷപ്പെടുമെങ്കിൽ വാ, ഇതിന് കണക്ക് ചോദിക്കാൻ. പിന്നെ എന്റെ വല്യപ്പച്ചന്റെ ശരീരത്തിൽ ഒരു തരി മണ്ണ് നുള്ളിയിടാൻ പോലും ജോബിൻ ജീവനോടെ ഉള്ളപ്പോൾ നിനക്കോ നിന്റെ ഈ പെങ്ങൾക്കോ കഴിയില്ല. എന്റെ പെങ്ങളുടെ നിഴൽവട്ടത്തിൽ നിന്നെ കണ്ടാൽ അടുത്ത നിമിഷം നിന്റെ മരണമാണ്. എന്റെ കുത്തുകൊണ്ടൊന്നും മാണിക്കശ്ശേരിയിലെ കൊച്ചു തമ്പുരാൻ തീരില്ലെന്ന് നന്നായി അറിയാം എനിക്ക്. നീ മൂർഖനാ. പത്തിക്കടി കൊണ്ടാലേ ചാവൂ. വിഷമുള്ള ജന്തുക്കൾ എന്നും അങ്ങനെയാണ്. നിന്റെ വിരൽത്തുമ്പിൽ പോലും കൊടുവിഷമാണ്. കൂടെ നിൽക്കുന്നവരെ ചതിച്ചു നേടുന്ന വിഷം. അപ്പോ ശരി, കാണാം മാണിക്കശ്ശേരി കൊച്ചു തമ്പുരാൻ കാശിനാഥ്.
പല്ലുകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ജോബിൻ മുരണ്ടു. ഒപ്പം കൃഷ്ണയുടെ കൈകളിൽ മുറുകെ പിടിച്ചു നിൽക്കുന്ന കാശി അവൻ പിറകിലേക്ക് ഊക്കോടെ തള്ളി. ഏട്ടാ! നിലത്തേക്ക് വീണുപോയ കാശിക്കരികിലേക്ക് ഇരുന്നു കൊണ്ട് കൃഷ്ണ പൊട്ടിക്കരഞ്ഞു. അപ്പോഴാണ് രാമൻ അവിടേക്ക് വരുന്നത്. അയാളെ ഒന്ന് നോക്കി ജോബിൻ തൻ്റെ വണ്ടിയിൽ കയറി അവിടെ നിന്ന് പോയി. ജോബിൻ്റെ കണ്ണുകളിലെ ചുവപ്പ് കണ്ട് സംശയത്തോടെ രാമൻ വേഗത്തിൽ നടന്ന് മുന്നോട്ട് വരുമ്പോൾ കാണുന്നത് മുറ്റത്ത് അവശനായി കിടക്കുന്ന കാശിയെയും അവനടുത്തിരുന്ന് കരയുന്ന കൃഷ്ണയെയുമാണ്. കാശിയുടെ വസ്ത്രങ്ങളിൽ പടർന്നിരിക്കുന്ന രക്തക്കറ കണ്ട് രാമൻ നെഞ്ചിൽ കൈവച്ച് വിളിച്ചുപോയി. ചതിച്ചോ ഭഗവതി!